ഗെയ്സ്, വയനാടിലെ ദുരന്തഭൂമിയിൽ അവസാനം ടൗൺഷിപ്പ് ഉയർന്നു വന്നു. മലയാളികൾ ആഘോഷിക്കാൻ തുടങ്ങി. അതിനിടയിൽ ജനങ്ങൾ അത് കാണാൻ അവിടേക്ക് ഒഴുകുകയായിരുന്നു. അങ്ങനെ നടൻ മിസ്റ്റർ മമ്മൂട്ടിയും അവിടേക്ക് വന്നു. അവിടെ വെച്ച് റഫീഖ് സഹാബ് ഒരു കാര്യസ്ഥനെ പോലെ മമ്മൂട്ടിക്കൊപ്പം ചേർന്ന് നടന്നു. അവസാനം ഒരു ബോഡി ഗാർഡിനെ പോലെയൊക്കെ ബിഹേവ് ചെയ്യാൻ തുടങ്ങി. അവിടെ മുതലാണ് മമ്മൂട്ടി ഇറിറ്റേറ്റഡ് ആവുന്നതെന്നാണ് ദൃശ്യങ്ങൾ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം റഫീഖിനോട് പറയുന്നു, മാറി നിൽക്ക്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് തോന്നും ഞാൻ ഇവിടെ വന്നത് നിങ്ങൾക്ക് വേണ്ടിയാണെന്ന്. മമ്മൂട്ടി തന്റെ ദേഷ്യം ഒരു ചെറു ചിരിയിൽ പൊതിഞ്ഞു പിടിച്ചാണ് ഇത് പറയുന്നത്. ഇത് കേട്ട റഫീഖ് തമ്മൽ മാറാൻ ചിരിക്കാൻ ശ്രമിക്കുന്നു. കണ്ടു നിന്നവർ ചിരി അടക്കാൻ പാടുപെടുന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. എങ്കിലും കേരളത്തിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഗൾഫ് യുദ്ധത്തെക്കാൾ വലിയ യുദ്ധമാണ് പിന്നീട് അങ്ങോട്ട് നടന്നത്. എനിക്ക് മിസ്റ്റർ മമ്മൂട്ടി സാറിനോടാണ് പറയാനുള്ളത്. റഫീഖ് ഒരു കമ്മ്യൂണിസ്റ്റ് സഹാവ് എന്നതിലുപരി ചൂരൽമലയിൽ മതരാഷ്ട്രീയ വേർതിരിവില്ലാതെ അവിടെ കഠിനാധ്വാനം ചെയ്ത ഒരുപാട് സന്മനസ്സുകളിൽ ഒരാളായി കുറെ അധികം നാളുകളായി അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. മാറി നിൽക്കൂ എന്ന് പറഞ്ഞില്ലേ, റഫീഖ് അല്ല മമ്മൂട്ടി സാറിന്റെ അടുത്തേക്ക് വന്നത്. മിസ്റ്റർ മമ്മൂട്ടിയാണ് എല്ലാം കഴിഞ്ഞ അവസാനം ഇക്കണ്ട നാളുകളൊക്കെ ദുരന്ത ഭൂമിയിൽ ആരോഗ്യവും സമയവും സ്പെൻഡ് ചെയ്ത റഫീഖിന്റെ അടുക്കിലേക്ക് വന്നത്. മാറി നിൽക്കെന്ന് പറയുമ്പോൾ രഹസ്യമായെങ്കിലും അത് പറയാമായിരുന്നു. പൊതുമുഖങ്ങളില്ലാത്ത മനുഷ്യനായതുകൊണ്ടായിരിക്കും മനസ്സിലുള്ളത് അതുപോലെ അങ്ങ് പറഞ്ഞു. കൈരളി ചാനൽ മേധാവിയായ മമ്മൂക്ക അവിടെ ലാൻഡ് ചെയ്തപ്പോൾ അവിടെ കൂടിയ സഹാക്കൾക്ക് ഒരു ഹരം. പിന്നെ ആ സന്ദർശനം പാർട്ടി സ്പോൺസർ ചെയ്ത ഒരു സന്ദർശനം പോലെയായി. അത് കണ്ട് ഒരു പാർട്ടിയുടെയും സ്പോൺസർഷിപ്പിലല്ല തന്റെ സന്ദർശനമെന്നും ഇതൊരു വ്യക്തിപരമായ സന്ദർശനമാണെന്നും മമ്മൂട്ടി പറയാതെ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഗെയ്സ്, പിന്നെന്തിനാണ് സോഷ്യൽ മീഡിയയിലെ ഇടത് സൈബർ വിങ്ങുകളിൽ കൂടുതൽ അദ്ദേഹം വലിച്ചുകീറപ്പെടുന്നത്? കാരണം ഇതാണ്. ഈ വിസിറ്റിന് ശേഷം പത്രക്കാരോട് 2-3 കാര്യങ്ങൾ പറഞ്ഞു. അതിലൊന്നും സർക്കാരിന്റെ നേട്ടമാണെന്നോ പിണറായി വിജയ് എന്നോ പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ ടൗൺഷിപ്പിന്റെ ക്രെഡിറ്റ് ജനങ്ങൾക്ക് മാത്രം കൊടുത്തുകൊണ്ട് അവിടുന്ന് പോവുകയും ചെയ്തു. ഇടതുപക്ഷ ചായവുള്ള കൈരളി ചാനലിന്റെ മേധാവി റഫീഖിനോട് മാറി നിൽക്കാൻ പറഞ്ഞു. അവസാനം LDF സർക്കാരിന് വേണ്ടി ഒന്നും പറഞ്ഞുമില്ല. ഇതാണ് മമ്മൂട്ടി ഇപ്പോൾ അനുഭവിക്കുന്ന സൈബർ റാഗിങ്ങിന് കാരണം. സഖാവ് റഫീഖ്, നിങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ ആർക്കു വേണ്ടിയും മാറി നിൽക്കേണ്ടവനല്ല. ചൂരൽമലയിലെ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് രാഷ്ട്രീയ മതഭേദമെന്ന് നിങ്ങൾ സഹോദരനായി, മകനായി, കൂട്ടുകാരനായി, വെൽവിഷറായി ഇക്കണ്ട ആളുകളെല്ലാം അവരോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. റഫീഖ്, നിങ്ങളാണ് ചൂരൽമലയുടെ സൂപ്പർ സ്റ്റാർ, റിയൽ ഹീറോ. പിന്നെ വന്നവരെല്ലാം നിങ്ങളുടെ അധ്വാനത്തിന്റെ റിസൾട്ട് കാണാൻ വന്നവരാണ്. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നും ഹീറോ തന്നെയാണ്. അവന്റെ ഹീറോ പാറി പറക്കുന്ന ഈ ചെങ്കൊടിയും. റഫീഖിന് അഭിവാദ്യങ്ങൾ.